ഇനി നമ്മൾ ക്ലേ വെച്ചിട്ട് ഒരു ആർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലേ എടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേ എന്ന് വെച്ചാൽ ഈ ഒരു ക്ലേ ആണ് കേട്ടോ. ആർട്ടിനും ക്രാഫ്റ്റിനും പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി ക്ലേ ആണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലേ തന്നെയാണ് കേട്ടോ. ഇനി കുറച്ച് ക്ലേ എടുക്കണം. ക്ലേ എടുത്തിട്ട് ഇതുപോലെ ക്ലേ ബോർഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ക്ലേ ബോർഡൊക്കെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നത്താൽ ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ഒരു ചട്ടയുടെ മുകളിൽ വിരിച്ചതിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ക്ലേ ബോർഡിൽ ക്ലേ ഒട്ടിപ്പിടിക്കണം. ക്ലേ ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സംഭവം ജസ്റ്റ് മാറ്റി പിടിച്ചതാണ്. ക്ലേ എടുത്തിട്ട് ഇതുപോലെ പരത്തണം. പരത്താനുള്ള സാധനം എൻ്റെ കയ്യിൽ കാണാത്തതുകൊണ്ട് പേനയും പെൻസിലൊക്കെ വെച്ചിട്ടാണ് സാധനം സെറ്റാക്കി വെച്ചത്. ഏതായാലും ഇതുപോലെ നല്ല വട്ടത്തിൽ കിട്ടണം. അപ്പോൾ ഒരു വട്ടം കിട്ടാൻ വേണ്ടിയിട്ടൊരു സാധനം എടുത്തിട്ട് വട്ടത്തിലുള്ള ആകൃതിയിൽ സാധനം വെച്ചതിന് ശേഷം ആ ഒരു അടയാളത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ അവിടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാട്ടോ കട്ട് ചെയ്യണത്. അങ്ങനെ നമ്മുടെ വട്ടാകൃതി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേറെ ക്ലേ എടുത്ത് പരത്തുക. ഈ ഒരു രീതിയിലാണ് കേട്ടോ പരത്തേണ്ടത് ഈ ക്ലേ. അതായത് ഇങ്ങനെ നീട്ടി വലിച്ച് ഒരു നീർക്കോലി രൂപത്തിൽ അങ്ങോട്ട് എടുക്കുക. ഇനി നമ്മൾ ഇത് ഒരു സ്കെയിലോ അങ്ങനെ കൈ വെച്ചാലും മതി. എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നിയ സ്കെയിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കണ്ടു. ഇനി ഇവിടെ നിന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ വട്ടാകൃതിൻ്റെ തുഞ്ചത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു രീതിയിലൊന്ന് മുകളിലോട്ട് പൊന്തിച്ച് വെച്ച് കൊടുക്കുക. അത് നമ്മൾ ഈ ഒരു സാൻ്റെ വക്കത്ത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാറ്റി വെച്ച ക്ലേ ഇതിലേക്ക് വെക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കുറച്ച് മാത്രമേ വെള്ളം നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓവറായ തലിഞ്ഞു പോകും. ഇത് കുറച്ച് പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡ്സോ അല്ലെങ്കിൽ സ്മൂത്തായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷനിൽ നീറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഇതിൻ്റെ പുറകുവശത്തും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കാം. ഇത് എൻ്റെത് ഉണങ്ങി കിട്ടാൻ 2 ദിവസം എടുത്തു കേട്ടോ. ഇതാണ് സാധനം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ്. ഇനി ഇതുമേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. നല്ല അടിപൊളിയായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്താൽ സാധനം ഇവിടെ റെഡിയാവും. ഞാനിവിടെ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിന് അടിച്ചെടുക്കുന്നത്. ഉള്ളിലും പുറത്തും എല്ലായിടത്തായിട്ട് ഇത് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോയിലെ ആദ്യത്തെ ക്ലേ ആർട്ടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞാൻ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു പോട്ടാണിത്. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഡെക്കറേഷൻ ആക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഒരു ഹാർട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് പോലെ ഹാർട്ടുകൾ വരച്ചെടുക്കുകയാണ്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഈ പെയിൻ്റൊക്കെ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാണ്ട് ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. ക്ലേ തൊട്ടുള്ള പ്രശ്നം ഇതാണ്, കൈ ആകെപ്പാടെ ക്ലേയും പെയിൻറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വല്ല മാലയോ വളയോ കമ്മലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. ഒരു ഓർഗനൈസായിട്ട് ഇത് കൂട്ടാം.